എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഹിസ്റ്ററിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ പൊതുഭരണം അല്ലെങ്കിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. എന്താണ് പൊതുഭരണം എന്ന് നമുക്കറിയണം. അപ്പോൾ അതിന് ഞാൻ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ പറഞ്ഞുതരാം. അതായത് നമ്മുടെ നാട്ടിൽ ഒരുപാട് വികസനങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? അതേപോലെ ഗവൺമെൻറ് പുതിയ പുതിയ നയപരിപാടികളും ഇങ്ങനെ ഒരു അവസ്ഥയിലും പുറപ്പെടുവിക്കുന്ന കാണാം. ഇപ്പോൾ ഉദാഹരണത്തിന് കോവിഡ് വന്നപ്പോൾ എന്തായി, ഒരുപാട് പുതിയ നിയമങ്ങൾ വന്നു. നമ്മളെ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് തന്നെ ഈ കോവിഡ് എന്ന് പറയുന്ന അവസ്ഥയെ തുരത്താൻ വേണ്ടി നല്ല രീതിയിൽ ഗവൺമെൻറ് എന്ത് ചെയ്തു, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ അത് ഗവൺമെൻറ് എന്ന് പറയുന്ന സാധനം ഒരാളുടെ കീഴിലാണെങ്കിൽ ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാജഭരണം, പണ്ടത്തെ രാജഭരണമൊക്കെ ആയി പോകൂലേ? പക്ഷെ നമ്മുടെ നാട്ടിലെന്താ, ഒരു കൃത്യമായ ഗവൺമെൻറ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ തുരത്താൻ വേണ്ടി നമുക്ക് എന്തുണ്ട്, കൃത്യമായ മനുഷ്യവിഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ മാനുവൽ എഫേർട്ടുകളുണ്ട്. അതേപോലെ നമ്മുടെ ഭൗതിക സാഹചര്യം കണക്കിലെടുത്തിട്ടാണ് ഓരോ നയപരിപാടികളും മുന്നിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നൊരു സ്ഥാപനമാണ് പൊതുഭരണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ പറയാം? രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളും വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നതിന് ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവവും കൃത്യമായി അല്ലെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനാണ് നമ്മളെന്ത് പൊതുഭരണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാഠത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്കൊരു നിർവചനം കാണാം. എൻ ഗ്ലാഡ് എന്ന് പറയുന്ന പാശ്ചാത്യ ചിന്തകൻ്റെ നിർവചനമാണ് കാണുന്നത്. ആളെന്താ പറയുന്നത്? പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കല്ലേ? അപ്പോൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ കൃത്യമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് അല്ലെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്നതാണ് എന്ത്, പൊതുഭരണ സംവിധാനം. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ലക്ഷ്യം? ജനക്ഷേമം മുൻനിർത്തിയാണ് ഈ പൊതുഭരണം പൊതുഭരണം നടപ്പാക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്താണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം എന്ന് നമുക്കറിയണം. പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം ഈ കാണുന്ന 4 കാര്യങ്ങളാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം. എന്തൊക്കെയാ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ നയങ്ങളും നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് രൂപപ്പെടുത്തുന്നു. പിന്നെയോ ജനക്ഷേമം ഉറപ്പാക്കുന്നു. പിന്നെ ജനങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ പരിഹരിച്ചു കൊടുക്കുക. പിന്നെയോ സാധനങ്ങളും സേവനങ്ങളും കൃത്യമായിട്ട് ലഭ്യമാക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ്. ഉദാഹരണങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്തുണ്ട്, ഭരണസംഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഇതാക്കുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെയുണ്ട്, കോടതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജനക്ഷേമം ഉറപ്പാക്കുന്നതിന് വേണ്ടി നമുക്ക് ആരുണ്ട്, പഞ്ചായത്ത് ഓഫീസറുകളും പഞ്ചായത്ത് മെമ്പർമാരും പിന്നെ MLAകളും MP കളും ഒക്കെ ഉണ്ട് അല്ലേ? അതേപോലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് പോലീസ് സ്റ്റേഷനുകളുണ്ട്, പിന്നെ കളക്ട്രേറ്റിൽ പോകാം. അപ്പോൾ ഇതൊക്കെ പൊതുഭരണ സംഘടനയുടെ കീഴിൽ വരുന്ന അല്ലെ പൊതുഭരണ സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് സാധനങ്ങളും സേവനങ്ങളൊക്കെ ലഭ്യമാക്കാൻ വേണ്ടി നമുക്ക് എന്തുണ്ട്, റേഷൻ കടകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ സപ്ലൈകോ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ ക്ഷേമം അല്ലെ ജനക്ഷേമം ഉറപ്പാക്കുന്നതിനും ഗവൺമെൻറ് നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിനും പിന്നെ നമുക്ക് സാധനങ്ങളും സേവനങ്ങളൊക്കെ ലഭ്യമാക്കുന്നതിനും എന്തുണ്ട്, കൃത്യമായ പൊതുഭരണ സ്ഥാപനങ്ങളുണ്ട്. ഇത് തന്നെയാണ് പൊതുഭരണത്തിൻ്റെ പ്രാധാന്യവും. ഓക്കെ. അപ്പോൾ പൊതുഭരണം, ഇന്ത്യയിൽ പൊതുഭരണം മുന്നോട്ട് വരാൻ മെയിൻ കാരണം ഇതാരാ? ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ ഗ്രാമസ്വരാജ് എന്ന് പറയുന്ന ആ ഒരു ചിന്തയാണ് ഇന്ത്യയിൽ പൊതുഭരണം വരാൻ കാരണമായത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ ബ്യൂറോക്രസി. എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി? അപ്പോൾ ബ്യൂറോക്രസിനെ ചുരുക്കി പറയുകയാണെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക നയമാണ്. എങ്ങനെയാണ്? നമ്മൾ ഇലക്ട് ചെയ്തിട്ട് എന്താകുന്നുണ്ട്, നമ്മൾ പഞ്ചായത്ത് മെമ്പർമാരെയും MLAകളും MP കളെയൊക്കെ ഈ ലോക്സഭ രാഷ്ട്രസഭ ഇതിലേക്കൊക്കെ നമ്മൾ പറഞ്ഞു വിടുന്നില്ലേ? പക്ഷേ ഇവരല്ല നമ്മളെ നിയമങ്ങളും കാര്യങ്ങളും നടപ്പിലാക്കുന്നത്. ഇവരെന്താ ചെയ്യുന്നത്, ആ നിയമങ്ങൾക്കൊത്ത് നമുക്ക് നമ്മുടെ ക്ഷേമങ്ങളൊക്കെ ശരിയാക്കി തരാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ കൃത്യമായ നിയമങ്ങൾ
മുന്നോട്ട് വെച്ച് ആ നിയമങ്ങൾക്കനുസരിച്ച് നടത്തിപ്പ് നടത്തുന്ന ആൾക്കാരാണ് ആര്? കളക്ടർമാർ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതല്ലെങ്കിൽ നമ്മളെ ഭരണഘടനാ സംവിധാനം നോക്കുന്ന കോടതികൾ ഒക്കെ അല്ലേ. അപ്പോൾ ഇവർക്കൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെങ്കിൽ ബ്യൂറോക്രസി എന്ന് പറയുന്നത്. എങ്ങനെ? ഗവൺമെൻറ്റിൻ്റെ ഭരണനിർവഹണത്തിലും സഹായിക്കുന്ന ആൾക്കാരാണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവരായിരിക്കും. ഓക്കെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ എന്തൊക്കെയാണ് ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിനും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം രൂപപ്പെടുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സവിശേഷത, അതാണ് നമ്മളിവിടെ കാണുന്നത്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ കാര്യമാണ് എന്ത്? ശ്രേണീപരമായ സംഘാടനം, ഹൈറാർക്കൽ ഓർഗനൈസേഷൻ. അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ നമുക്കൊരു ഓഫീസർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും. പിന്നെ താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ DGP ഉണ്ടാവും. DGP ഒരാളേ ഉള്ളൂ. പിന്നെ ADGP 2-3 ആളുകളുണ്ടാവും. പക്ഷേ താഴോട്ട് വരുമ്പോൾ കോൺസ്റ്റബിളുകളുടെ എണ്ണം കൂടും. കാരണം എന്താ? അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങി എത്തണമെങ്കിൽ എന്ത് വേണം? ഒരുപാട് ആൾക്കാർ വേണം. അപ്പോൾ താഴത്തെ തലത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലാണ് എന്താവുക? ജനങ്ങളുടെ ആവശ്യങ്ങൾ നല്ല രീതിക്ക് നടത്തിപ്പിന് പറ്റുക. അപ്പോൾ ഒരുപാട് DGPകൾ ഉണ്ടായിട്ട് കാര്യമില്ല, പകരം ഒരുപാട് കോൺസ്റ്റബിൾമാരുള്ളതുകൊണ്ടാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ രണ്ടാമത്തേതാണ് സ്ഥിരത എന്ന് പറയുന്നത്. ഈ സ്ഥിരത കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു പ്രായം വരെ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരായിട്ട് നിയമിക്കപ്പെടുന്നവർക്ക് എന്തുണ്ട്? സേവന കാലാവധി ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ പറയുന്നത് പെൻഷൻ ആവാനുള്ള ആ ഒരു വയസ്സെന്ന് പറയുന്നത്. മുന്നേ 56 വയസ്സായിരുന്നു, ഇപ്പോൾ 60 വയസ്സായി. അപ്പോൾ 60 വയസ്സ് വരെ ഇവർ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇവരെന്താ? സേവനം ചെയ്യാൻ നിയമിക്കപ്പെട്ടവരാണ് അത്രയും കാലത്തിലേക്ക്. ഇനി മൂന്നാമത്തെ കാര്യമാണ് യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം. അത് ശരിക്കും വേണ്ടതല്ലേ? ഇപ്പോൾ യോഗ്യത അടിസ്ഥാനമാക്കി അല്ലാതെ ഇപ്പോൾ നമുക്ക് KSEBയിൽ ഒരു എഞ്ചിനീയർ വേണമെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ +2 പാസ്സാവാത്ത ആൾക്കാരെ നിയമിച്ചിട്ട് കാര്യമില്ല. കാരണം എഞ്ചിനീയറിൻ്റെ ഡ്യൂട്ടി എടുക്കണമെങ്കിൽ എഞ്ചിനീയർ തന്നെ വേണം. അപ്പോൾ എന്താ? അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുക. പിന്നെ അടുത്തത് എന്താ? രാഷ്ട്രീയ നിഷ്പക്ഷത. അതായത് ഇപ്പോൾ ഞാനായാലും നിങ്ങളായാലും നമുക്ക് ഓരോരുത്തർക്കും മനോഭാവം ഉണ്ടാവുക ഓരോ രാഷ്ട്രീയ പാർട്ടികളിലേക്കായിരിക്കും. പക്ഷേ അതൊന്നും തന്നെ നോക്കാതെയാണ് ഓരോ സ്ഥാപനങ്ങളുടെയും നിയമങ്ങളുള്ളത്. ഇപ്പോൾ ഈ പോലീസുകാർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിനോട് അനുഭാവം കാണിച്ച് പ്രവർത്തിക്കാൻ നിൽക്കുകയാണെങ്കിൽ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ അവരുടെ ക്ഷേമങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് എന്താ ഇവിടെ ചെയ്യുന്നത്? ഏത് രാഷ്ട്രീയ കക്ഷി അധികാരത്തിൽ വന്നാലും നയങ്ങൾ നടപ്പാക്കാൻ ഈ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ്. ഇവർക്ക് എന്ത് പാടില്ല? അപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയോട് അനുഭാവം പാടില്ല. ഇവർ നിഷ്പക്ഷമായിട്ട് വേണം പെരുമാറാൻ. പിന്നെ ഏറ്റവും അവസാനത്തെ എന്താ? വൈദഗ്ധ്യം അല്ലെ പ്രൊഫഷണലിസം. ഓരോ ഉദ്യോഗസ്ഥനും അവർ നിർവഹിക്കേണ്ട തൊഴിലിൽ എന്തുള്ളവരായിരിക്കണം? വൈദഗ്ധ്യമുള്ളവരായിരിക്കണം, അല്ലെങ്കിൽ അത്രയും കഴിവുള്ളവരായിരിക്കണം, കാര്യക്ഷമത ഉള്ളവരായിരിക്കണം. അപ്പോൾ ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷത. എന്തൊക്കെയാണ്? ശ്രേണീപരമായ സംഘടനം, പിന്നെ സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കി നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇന്ത്യയിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥ വൃന്ദം നടപ്പിലാവുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഗവൺമെൻറ് സർവീസസിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തുക? കേരളത്തിലാണെങ്കിൽ നമ്മൾ PSC ടെസ്റ്റ്, പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ടെസ്റ്റ് എഴുതിയിട്ടാണ് നമ്മൾ ഓരോ പോസ്റ്റിലേക്കും നിയമിക്കപ്പെടുന്നത് അല്ലേ? അപ്പോൾ PSC അത് അഖിലേന്ത്യാ തലത്തിലും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തലത്തിലൊക്കെ വരികയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും? UPSC ആയിരിക്കും. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ കീഴിൽ എക്സാമുകൾ എഴുതിയിട്ടായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ ഓരോ ജോലിയും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാവുക? മത്സര പരീക്ഷകളായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ അഖിലേന്ത്യാ തലത്തിലോ എന്തെങ്കിലും പോസ്റ്റുകളാണെങ്കിൽ ഇൻ്റർവ്യൂക്കും പോകേണ്ടി വരും. എല്ലാ പോസ്റ്റുകൾക്കും ഇൻ്റർവ്യൂ ഇല്ല, എന്നാലും ഒട്ടുമിക്ക പോസ്റ്റുകൾക്കും ഇൻ്റർവ്യൂ നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും എങ്ങനെയാണ്? വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ഇന്ത്യൻ്റെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസ് 3 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ആദ്യത്തെ ഞാൻ പറഞ്ഞു അഖിലേന്ത്യാ സർവീസ്.
രണ്ടാമത്തത് കേന്ദ്ര സർവീസ്, മൂന്നാമത്തത് സംസ്ഥാന സർവീസ്. അപ്പോൾ ഓരോന്നിൻ്റെയും കീഴിൽ എന്തൊക്കെ വരുന്നു നമുക്ക് നോക്കണം. അപ്പോൾ അഖിലേന്ത്യാ സർവീസിലുള്ള ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? ദേശീയ തലത്തിലാണ് തിരഞ്ഞെടുക്കുക. അത് അവരെന്ത് ചെയ്യും? കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ ആണ് നിയമിക്കപ്പെടുക. അതിൻ്റെ ഉദാഹരണമാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IAS, അതേപോലെ ഇന്ത്യൻ പോലീസ് സർവീസ് IPS. ഈ IPS ഉദ്യോഗസ്ഥർ എന്താണ്, ഒരു പ്രത്യേക സംസ്ഥാനത്ത് മാത്രം ജോലി ചെയ്യാൻ ഉള്ളവരാണോ? അല്ല, അവർക്ക് പ്രൊമോഷനോ അല്ലെങ്കിൽ ട്രാൻസ്ഫറോ ആയിട്ട് ഇപ്പോൾ കേരളത്തിലെ IPS ഓഫീസർമാർ എന്ത് ചെയ്യേണ്ടി വരും? മറ്റ് സംസ്ഥാനങ്ങളിലും പോയി ജോലി ചെയ്യേണ്ടി വരും. അത് ആരാണ് നിയമിക്കുക? അല്ലെങ്കിൽ ഇവരെ പിരിച്ചുവിടാൻ അധികാരമുള്ള ആർക്കാ? പ്രസിഡന്റിന് മാത്രമാണ്. മനസ്സിലായല്ലോ? അതേപോലെ അടുത്തതാണ് കേന്ദ്ര സർവീസ്. കേന്ദ്ര സർവീസ് എന്താ? ദേശീയ തലത്തിൽ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിലാണ് ഇവരെ നിയമിക്കുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ സർവീസ്. രണ്ടാമത്തെയാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഓക്കെ, ഇനി മൂന്നാമത്തേതാണ് സംസ്ഥാന സർവീസ്. ഇത് സംസ്ഥാന തലത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ PSC എഴുതിയിട്ട് തിരഞ്ഞെടുക്കുന്ന പോലെ അങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ടോ ഇവരെ സംസ്ഥാന വകുപ്പിൻ്റെ കീഴിൽ വരുന്ന അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അതിൻ്റെ ഉദാഹരണമാണ് സെയിൽസ് ടാക്സ് ഓഫീസറൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ആരാണ് ഈ അഖിലേന്ത്യാ സർവീസ് നടത്താൻ വേണ്ടിയിട്ടുള്ള UPSC കമ്മീഷനില്ലേ, ആ കമ്മീഷൻ ആരാണ് നിയമിക്കുന്നത്? അതിൻ്റെ അംഗങ്ങളെ ആരാണ് നിയമിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കണം. UPSC കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും തീരുമാനിക്കുന്നത് ആരാ? രാഷ്ട്രപതിയാണ്, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. അപ്പോൾ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് എന്താകുന്നത്? ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. ഇനിയോ കേരളത്തിലാണെങ്കിൽ അതാരായിരിക്കും? അല്ലെങ്കിൽ അതത് സംസ്ഥാനങ്ങളിലാരായിരിക്കും? അവിടുത്തെ ഗവർണർമാരായിരിക്കും PSC ചെയർമാനെയും അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്കറിയാം ഈ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താണ്, അതിൻ്റെ ഒരു സവിശേഷത ആണ് എന്ത്? ശ്രേണീപരമായ സംഘാടനം. പക്ഷേ ഈ ശ്രേണീപരമായ സംഘാടനത്തിന് ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ അതിനൊരു എന്താ പറയുക, പ്രശ്നം, അത് കാരണം ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് എന്ത്? ചില തീരുമാനങ്ങൾ എടുക്കാൻ കാലതാമസം വരാറുണ്ട്. അങ്ങനെ കാലതാമസം വരുന്നുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ വേണ്ടി ഉണ്ടായ കാര്യങ്ങളാണ് എന്ത്? ഭരണ നവീകരണം. അതായത് ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ പെട്ടെന്ന് തന്നെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും വേണ്ടി ഗവൺമെൻറ് സ്വീകരിച്ച പരിപാടികളാണ് എന്ത്? ഭരണ നവീകരണം. അപ്പോൾ എങ്ങനെയാണ് ഭരണ നവീകരണം നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് നോക്കാം. അതിൽ ആദ്യത്തേതാണ് ഗവേണൻസ്. എന്താണ് ഗവേണൻസ്? ഗവേണൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. എവിടെ? ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ഇതിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, പല കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ എളുപ്പത്തിൽ തന്നെ ലഭ്യമാക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഉദാഹരണമാണ് അക്ഷയ കേന്ദ്രം. നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പുകളോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, നമുക്ക് നമ്മുടെ ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മളെ ജാതി സർട്ടിഫിക്കറ്റ് അതൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ നേരിട്ട് വില്ലേജ് ഓഫീസിൽ പോകേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? അക്ഷയ കേന്ദ്രങ്ങളിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ കിട്ടാനുള്ള കാലതാമസം കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനത്തെ സേവനങ്ങൾ, അക്ഷയ കേന്ദ്രം പോലെയുള്ള സേവനങ്ങളാണ് നമ്മൾ എന്ന് പറയുന്നത് ഗവേണൻസ് എന്ന് പറയുന്നത്. എന്താണ് ഗവേണൻസിൻ്റെ നേട്ടങ്ങൾ? അപ്പോൾ എന്താ, വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ സഹായം കൊണ്ടാണ് നമുക്ക് സേവനങ്ങൾ കിട്ടുന്നത്. പിന്നെയോ സേവനത്തിനായി നമ്മൾ സർക്കാർ ഓഫീസുകളിൽ കുറേ കാലം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറഞ്ഞ ചിലവിലും വേഗത്തിലും നമുക്ക് സേവനം കിട്ടുന്നുണ്ട്. പിന്നെയോ ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും എന്താവുന്നുണ്ട്? കൂടിക്കൂടി വരുന്നുണ്ട്. ഇതൊക്കെയാണ് എന്തിൻ്റെ നേട്ടം? ഗവേണൻസിൻ്റെ നേട്ടങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യമാണ് എന്ത്? അറിയാനുള്ള അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ. അപ്പം നിങ്ങൾ ഈ പാഠത്തിൻ്റെ തുടക്കത്തിലൊരു കത്ത് കാണും. ആ കത്തും എന്തൊക്കെ തന്നെയാണ്? റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ കീഴിൽ വരുന്നതാണ്. അതിൽ ഒരു ലൈബ്രറിയൻ അല്ലെങ്കിൽ ഒരു ലൈബ്രറി നടത്തുന്നവരൻ എങ്ങനെയാണ് ലൈബ്രറി നടത്തേണ്ടതെന്ന് മീൻസ് അതിനെ പറ്റിയുള്ള ചോദ്യങ്ങളായിരുന്നു അതിൽ ഉന്നയിച്ചിട്ടുള്ളത്. അതിന് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നൽകിയ മറുപടിയാണ് ഈ കത്ത്.
അപ്പോൾ എന്താ, നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അറിയാനുള്ള അവകാശമുണ്ട്. ഇത് മീൻസ് ഇത് മുന്നോട്ട് വന്നത് 2005-ലാണ്. 2005 വിവരാവകാശ നിയമപ്രകാരമാണ് ഇപ്പം നമുക്ക് ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളും അറിയാനുള്ള അവകാശം ഇന്ത്യയിൽ ആർക്കുണ്ട്? ഓരോ പൗരനും ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ മുന്നോട്ട് വന്നത്? ആ റൈറ്റ് ടു ഇൻഫർമേഷൻ മുന്നോട്ട് വരാൻ, അല്ലെ വിവരാവകാശ നിയമം മുന്നോട്ട് വരാൻ കാരണമായത് എന്താ? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ്. ആരാണ്? രാജസ്ഥാനിലെ മസ്ദൂർ കിസാൻ ശക്തി സംഘാതൻ എന്ന സംഘടന നടത്തിയ പ്രവർത്തനങ്ങളാണ് ഇതിലോട്ട് നയിച്ചത്. മീൻസ് വിവരാവകാശ നിയമത്തിന് വഴിയൊരുക്കിയത്. ഇനി നമുക്ക് വേറൊരു ഭാഗം കൂടി ഉണ്ട്. എന്താ? സേവനാവകാശ നിയമം അല്ലെങ്കിൽ ഇൻഫർമേഷൻ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ. ഇവരെന്താ ചെയ്യുന്നത്? വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. ഈ കമ്മീഷനാണ് എന്ത്? വിവരാവകാശ കമ്മീഷൻ. ഓക്കെ, നമ്മൾ ആവശ്യപ്പെട്ട വിവരങ്ങൾ കൃത്യമായിട്ട് നമ്മളെ കയ്യിലേക്ക് മറുപടി എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും, അതായത് നമുക്ക് കിട്ടുന്ന മറുപടി അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് കൃത്യസമയത്തിനകത്ത് മറുപടി തന്നിട്ടില്ലെങ്കിൽ അത് കുറ്റകരമാണ്. അവരത് തരാൻ ബാധ്യസ്ഥനാണ്. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവർക്കെതിരെ അപ്പീലിന് പോകാം. അപ്പോൾ എന്താകും? ഓരോ ഉദ്യോഗസ്ഥൻ്റെ മേലും 250 രൂപ വീതം പിഴ ചുമത്താൻ കമ്മീഷന് എന്തുണ്ട്? അധികാരമുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് എന്ത്? സേവനാവകാശം. എന്താണ് സേവനാവകാശം? അപ്പോൾ സേവനാവകാശ നിയമത്തിൻ്റെ കീഴിൽ വന്നതാണ് സേവനാവകാശം. അതായത് സർക്കാർ ഓഫീസുകളിൽ ഓരോ ബോർഡുകൾ വെച്ചാൽ കാണാം എന്തൊക്കെയാണ് അതത് ഓഫീസുകളിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് ഓരോരോ കാര്യങ്ങൾ എഴുതി വെച്ചതാണ്. അപ്പോൾ അതെന്തിനാ? അതത് ഓഫീസുകളുടെ സേവനങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിൻ്റെ ലഭ്യത എളുപ്പമാക്കാനും വേണ്ടിയിട്ടാണ് ഈ സേവനാവകാശ നിയമം മുന്നോട്ട് വന്നത്. ഇനി ലോക്പാലും ലോകായുക്തയും. എന്തിനാണ് ലോക്പാലും ലോകായുക്തയും? ഇപ്പം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സാധനമാണ് എന്ത്? അഴിമതി. ഈ അഴിമതിയെ തടയാൻ വേണ്ടി രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. അത് ദേശീയ തലത്തിലെ അഴിമതി തടയുന്നതിനായിട്ട് വന്നതാണ് ലോക്പാൽ. അതുപോലെ സംസ്ഥാന തലത്തിലെ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപം നൽകിയ സ്ഥാപനമാണെന്ത്? ലോകായുക്ത. അപ്പോൾ ഇവരെങ്ങനെയാണ്? കോടതി നടപടികളുടെ രീതിയാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? എന്തെങ്കിലും അഴിമതി ഉണ്ടെങ്കിൽ ഇവർ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികളെ നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യും. ഇനി അതിൽ വരുന്നതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. എന്താണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ? അപ്പോൾ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ കാണാം. അതെന്തിനാ? അഴിമതി ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അതെങ്ങനെ തടയാം ഉള്ളതിനു വേണ്ടി രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. അപ്പോൾ ഇവർ 1964 നിലവിൽ വന്നത്. അപ്പോൾ എന്താ? കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളായിട്ട് ബന്ധപ്പെട്ടുള്ള അഴിമതികൾ തടയുന്നതിന് വേണ്ടിയാണ് ഇവർ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ തലപ്പത്ത് ഒരു വിജിലൻസ് കമ്മീഷണർ ഉണ്ടാകും. അതുപോലെ എല്ലാ വകുപ്പുകളിലും മുഖ്യ വിജിലൻസ് ഓഫീസറും പ്രവർത്തിച്ചിരും. എന്തിനാ? അഴിമതി തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? വിജിലൻസ് കേസുകളിൽ അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുകയാണ് ചെയ്യുക. ഓക്കെ, ഇതേപോലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ മാതൃകയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും എന്തുണ്ട്? സംസ്ഥാന വിജിലൻസ് കമ്മീഷനുകളും ഉണ്ട്. അപ്പോൾ അത് സംസ്ഥാന ഗവൺമെൻറ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. അപ്പോൾ ഈ വിജിലൻസ് കേസുകളൊക്കെ തീർപ്പ് നൽകുന്ന വിജിലൻസ് കോടതിയാണ്. അപ്പോൾ വിജിലൻസ് കോടതികളും മുന്നിലുണ്ട്. ഇനി ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഓംബുഡ്സ്മാൻ. എന്താണ് ഓംബുഡ്സ്മാൻ? അപ്പോൾ നമുക്കറിയാം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാവരും പൊതുഭരണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർ അഴിമതി കാണിക്കാനും പാടില്ല, സ്വജനപക്ഷപാതവും കാണിക്കാൻ പാടില്ല, പിന്നെയോ അധികാര ദുർവിനിയോഗവും പാടില്ല, ധനദുർവിനിയോഗവും പാടില്ല. അപ്പോൾ
ഇവർ ഇങ്ങനത്തെ എന്തെങ്കിലും നടത്തിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അവർക്കെതിരെ പരാതി നൽകാം. കാരണം എന്താ, എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ സേവനങ്ങൾ നൽകാനാണ് ഇവരൊക്കെ എന്തായത് നിയമിക്കപ്പെട്ടത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും രീതിയിൽ ഇവർ വീഴ്ച വരുത്തിയാൽ എന്ത് ചെയ്യാം, നമുക്ക് അവർക്കെതിരെ പരാതി നൽകാം. അപ്പം അതിനുള്ള ഒരു സംവിധാനമാണ് എന്ത്, ഓംബുഡ്സ്മാൻ. അപ്പോൾ ആരാണ് ഓംബുഡ്സ്മാനിൽ ഉണ്ടാവുക നോക്കാം. ഈ സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജി അല്ലെ റിട്ടയറായ ഹൈക്കോടതി ജഡ്ജിയില്ലേ, അവരെയാണ് നമ്മൾ ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം. അപ്പോൾ പരാതി ലഭിച്ചാൽ ആരെയും വിളിച്ചു വരുത്തി അന്വേഷണം നടത്താനും നടപടികൾ ശുപാർശ ചെയ്യാനും ഈ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് എന്തുണ്ട്, അധികാരമുണ്ട്. അപ്പം ശരിക്കും എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, ബാങ്കിങ് രംഗത്തെ ഇടപാടുകാരുടെ പരാതി കേൾക്കാനാണ് ഈ ഓംബുഡ്സ്മാൻ ആരംഭിച്ചത്. പിന്നീട് എന്തായി, പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് തീർക്കാനും കൂടിയുള്ള ഒരു സ്ഥാപനമായി മാറി. അപ്പോൾ സേവനങ്ങൾ വൈകി നൽകുന്നതും സേവനങ്ങൾ ലഭിക്കാനും ഉള്ള ഒരാളുടെ അവകാശം നിഷേധിക്കുന്നതും സേവനത്തെ ഔദാര്യമാക്കുന്നതും ആധുനിക സമൂഹത്തിൽ അഴിമതിയാണ് കണക്കാക്കുന്നത്. അങ്ങനെ അഴിമതിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ സർക്കാർ സേവനം എന്തല്ല, ആരുടെയും ഔദാര്യമല്ല, പകരം എന്താണ്, പൊതുജനങ്ങളുടെ അവകാശമാണ്. ഈ ഒരു കാഴ്ചപ്പാട് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ത് നടക്കുന്നത്, പൊതുഭരണ സംവിധാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതോടെ നമ്മുടെ ചാപ്റ്റർ തീർന്നു. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പൊതുഭരണത്തെ പറഞ്ഞത്, പൊതുഭരണത്തിൻ്റെ പ്രാധാന്യം, പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദം, ഭരണ നവീകരണം, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ കീഴിൽ നമ്മൾ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദം പറഞ്ഞു. എന്താ, അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. പിന്നെ ഭരണ നവീകരണത്തിൽ 5 കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ഗവേണൻസ്, അറിയാനുള്ള അവകാശം, സേവനാവകാശം, കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ, ലോക്പാൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ അല്ലേ. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.